ഹായ് സ്റ്റുഡൻസ്, സിക്സ്ത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം യൂണിറ്റിൻ്റെ ടൈറ്റിൽ നോക്കാം. ടുവേർഡ്സ് ന്യൂ ഹൊറൈസൺസ് എന്നാണ് യൂണിറ്റിൻ്റെ പേര്. ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾ ദാറ്റ് യു ആർ. നോ ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്റ്റക്കിൾ. ക്രിസ്ത്യൻ ഡി ലാർസൻ്റെ ഒരു കോട്ടാണ്. ഇത് പറയുന്നത് എന്താണ്? ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ആൻഡ് ഓൾ ദാറ്റ് യു ആർ, നിങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങൾ ആരാണോ എന്നുള്ളതിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നോ ദാറ്റ് ദർ ഇസ് സംതിങ് ഇൻസൈഡ് യു ദാറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ എനി ഒബ്സ്റ്റക്കിൾ. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നല്ലൊരു കഴിവുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെക്കാളൊക്കെ വലിയ ഒരു ഗ്രേറ്റർ സ്കിൽ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നേറാനാവുകയുള്ളൂ എന്നാണ് ഈ ഒരു കോട്ടിൻ്റെ മീനിങ്. നെക്സ്റ്റ് പേജിലായിട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. വിനിഷ ഉമാശങ്കർ ഏൺസ് ഗ്ലോബൽ പ്രൈസ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് വിനിഷ ഉമാശങ്കർ. എന്തിനാണ് ഇവർക്ക് ഗ്ലോബൽ പ്രൈസൊക്കെ നേടിയത് എന്ന് നോക്കാം. Vinisha Umashankar, a 15-year-old environmentalist from India, received a standing ovation at the 2021 UN Climate Change Conference. അപ്പോൾ ഒരു 15 വയസ്സ് പ്രായമുള്ള, ഏകദേശം നിങ്ങളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ് അവളല്ലേ. അവൾക്ക് ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ ലഭിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഫോർ ഹെർ പാഷനേറ്റ് സ്പീച്ച് ഓൺ ക്ലൈമറ്റ് ആക്ഷൻ. ക്ലൈമറ്റ് ആക്ഷനെ കുറിച്ച് ആളൊരു പാഷനേറ്റ് ആയിട്ട് സ്പീച്ച് നടത്തി. അറ്റ് 12, വിനിഷ ഇൻവെൻറ്റഡ് എ സോളാർ പവേർഡ് അയൺ കാർ ടു റെഡ്യൂസ് പൊല്യൂഷൻ, ഏണിംഗ് ഹെർ ദ ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസ് ഇൻ 2020. അപ്പോൾ 12 വയസ്സായപ്പോൾ അവൾ കണ്ടെത്തിയതാണ് ഈ അയൺ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അയൺ ചെയ്യുന്ന ഒരു ഉപകരണമാണ്. അതെങ്ങനെയാണ്? അത് സോളാർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനാൽ തന്നെ പൊല്യൂഷൻ കുറക്കാൻ പറ്റും എന്നാണ് അവൾ കണ്ടെത്തിയത്. ആൻഡ് മേക്കിംഗ് ഹെർ ഫൈനലിസ്റ്റ് ഫോർ ദ എർത്ത് ഷോട്ട് പ്രൈസ്. അങ്ങനെ അവൾക്ക് ഇതിന് വേണ്ടിയിട്ട് എന്താണ്, ചിൽഡ്രൻസ് ക്ലൈമറ്റ് പ്രൈസും കിട്ടി. എർത്ത് ഷോട്ട് പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഹെർ സ്റ്റേറ്റ്മെൻറ്റ്, ഐ ആം നോട്ട് ജസ്റ്റ് എ ഗേൾ ഫ്രം ഇന്ത്യ, ഐ ആം എ ഗേൾ ഫ്രം എർത്ത് ഇൻസ്പയർഡ് മെനി. അവളുടെ വാക്കുകളാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി മാത്രമല്ല, മറിച്ച് എന്താണ്, ഈ ഭൂമിയിൽ നിന്നുള്ള ഒരാളാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള രീതിയിലുള്ള അവളുടെ വേർഡ്സ് എന്താണ്, ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തു. ഹൈലൈറ്റിംഗ് ഹെർ ആസ് എ ലീഡിംഗ് വോയിസ് ഫോർ യൂത്ത് ഡ്രിവൻ എൻവിറോൺമെൻറ്റൽ ചേഞ്ച്. അപ്പോൾ ഈ ഒരു യൂത്ത് എങ്ങനെ എൻവിറോൺമെൻറ്റിൻ്റെ മാറ്റങ്ങളെ ലീഡ് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അവൾ മാറുകയാണ് ചെയ്തത്. ഫോർ വാട്ട് ഡിഡ് വിനിഷ ഉമാശങ്കർ റിസീവ് എ സ്റ്റാൻഡിങ് ഒവേഷൻ? എന്തിനാണ് അവൾക്ക് സ്റ്റാൻഡിങ് ഒവേഷൻ ലഭിച്ചത്? വാട്ട് ഡിഡ് ഷീ ഇൻവെൻറ്റ് അറ്റ് ദ ഏജ് ഓഫ് 12? 12-ാം വയസ്സിൽ ആൾ എന്താണ് കണ്ടെത്തിയത്? ഒരു സോളാർ പവേർഡ് അയണിങ് കാർട്ടാണ് കണ്ടെത്തിയത്. ഡു യു ബിലീവ് എനി വൺ ക്യാൻ ബി എൻ ഇൻവെൻറ്റർ ഓർ ഡു യു നീഡ് സ്പെഷ്യൽ സ്കിൽസ്? ഏതൊരാൾക്കും ഒരു ഇൻവെൻറ്റർ ആവാമോ, അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ സ്കിൽസൊക്കെ ആവശ്യമുണ്ടോ? ഇഫ് യു കുഡ് ഇൻവെൻറ്റ് സംതിങ്, വാട്ട് വുഡ് ഇറ്റ് ബി? ഇനി നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അത് എന്തായിരിക്കും, ഏത് മേഖലയിലുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ എഴുതാം. Here is a story about a young boy who made an invention that saved his village from hunger. ഇനി ഒരു യങ് ബോയുടെ കഥയാണ്. അവൻ എന്താണ്, ഒരു ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തം നടത്താണ്. അത് അവൻ്റെ വില്ലേജിനെ പട്ടിണിയിൽ നിന്നും മാറ്റം വരികയാണ്, പട്ടിണി ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്നതാണ്. ഹാർനസ്ഡ് എന്ന് പറഞ്ഞാൽ യൂസ് സംതിങ് എഫക്റ്റീവ്ലി. അപ്പോൾ ആ ഒരു കാറ്റിനെ എങ്ങനെയായിരിക്കാം ആ ബോയ് യൂസ് ചെയ്തിട്ടുണ്ടാവുക? കാറ്റിനെ യൂസ് ചെയ്ത് അവൻ അവൻ്റെ വില്ലേജിൻ്റെ പട്ടിണി മാറ്റും വിധത്തിൽ എന്തോ ഒന്ന് കണ്ടെത്തി. അതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് അവൻ കണ്ടെത്തിയത് എന്ന് നോക്കാം. In a small village in Malawi, a poor country in Africa, people had no money for lighting their homes. അപ്പോൾ മലാവി എന്ന് പറഞ്ഞിട്ടുള്ള ആഫ്രിക്കയിലെ ഒരു ചെറിയ വില്ലേജ് ആയിരുന്നു. അവിടുത്തെ അവസ്ഥ എന്തായിരുന്നു? ആളുകൾക്ക് വീട്ടിൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതിനുള്ള ക്യാഷ് ഉണ്ടായിരുന്നില്ല. സോ ദ വില്ലേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്, വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽ. അപ്പോൾ ഇവരെന്താ ചെയ്യുക? വില്ലേജിലുള്ള അധികം പേര് ഫാമേഴ്സാണ്. ഇവർ രാത്രിയാകുമ്പോൾ തന്നെ എന്താണ്, ബെഡിലേക്ക് പോകുക അല്ലെങ്കിൽ ഉറങ്ങാൻ പോവുകയാണ് ചെയ്യുക, കാരണം ലൈറ്റില്ല. ബട്ട് ഫോർ വില്യം, എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് എ ടൈം ഫോർ ഡ്രീംസ്. പക്ഷെ വില്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ബോയാണ്, അവനെന്താണ്, ഈ ഇരുട്ട് സമയം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളുടെ സമയമായിരുന്നു. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന് കാണുന്ന സ്വപ്നമല്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൻ ചിന്തിച്ചു കൂട്ടുകയാണ്.
ഹീ ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗെദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദം അപ്പാർട്ട്. പല കാര്യങ്ങളും ഒരുമിച്ച് ചേർക്കുകയും അതുപോലെ തന്നെ ടേക്കിംഗ് ദം അപ്പാർട്ട് പരസ്പരം പിരിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ അവൻ സ്വപ്നങ്ങൾ കാണുമായിരുന്നു. അതായത് ഇങ്ങനെ ഡേ ഡ്രീമിങ് പോലെ അവൻ ചിന്തിച്ച് കൂട്ടുമായിരുന്നു. ഈ പിക്ചറിൽ കാണാം വില്യമിനെ. ഹീ കെപ്റ്റ് ടോയ് ട്രക്സ് വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ് അണ്ടർ ഹിസ് ബെഡ്. ആ പിക്ചറിൽ കാണാം അവൻ്റെ ബെഡിൻ്റെ അണ്ടറിൽ ഒരുപാട് ടോയ്സ് ഉണ്ട്. അതിലുള്ള ഒന്നായിരുന്നു ഒരു ടോയ് ട്രക്ക്. അതിൻ്റെ ടയറുകൾ എങ്ങനെയായിരുന്നു? ബോട്ടിൽ ക്യാപ്സ്. അപ്പോൾ ഈ കുപ്പികളുടെ കടപ്പൊക്കെ വെച്ച് വണ്ടികളൊക്കെ ഉണ്ടാക്കി നിങ്ങളും കളിച്ചിട്ടുണ്ടാവാമല്ലോ മേ ബി. അപ്പോൾ അതുപോലെ ഒരു ടോയ് ട്രക്കാണ് അവൻ്റെ ബെഡിൻ്റെ അടിയിൽ എപ്പോഴും ഉണ്ടാവും. ഹി വാസ് ഫാസിനേറ്റഡ് ബൈ ദ മ്യൂസിക് ഹേർഡ് ഓൺ ദ റേഡിയോ. റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന മ്യൂസിക്കൊക്കെ അവൻ ഒരുപാട് ഇൻട്രസ്റ്റോടുകൂടി കേൾക്കാറുണ്ട്. വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ് ഹീ വുഡ് വണ്ടർ. എപ്പോഴും അവൻ വണ്ടർ ചെയ്യുന്നൊരു കാര്യമാണ്, ഈ റേഡിയോയിൽ നിന്ന് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ അതിൽ മ്യൂസീഷ്യൻസും സിംഗേഴ്സൊക്കെ എവിടെ ആയിരിക്കും. ഹീ വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻഡ് ദം. പലപ്പോഴും പഴയ റേഡിയോസൊക്കെ പൊളിച്ച് നോക്കുമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഈ മ്യൂസീഷ്യൻസും സിംഗേഴ്സും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു യങ് ബോയ് ആണ് അവൻ. ആസ് ഹി ലേ അവേക്ക് ഹിസ് ഗ്രാൻഡ് പാസ് ടെയിൽസ് ഓഫ് മാജിക് ഫ്ലാഷ് ത്രൂ ഹിസ് മൈൻഡ്. അപ്പോൾ അവൻ ഉണർന്ന് കിടക്കുമ്പോൾ അവൻ്റെ ഗ്രാൻഡ് പാ പറഞ്ഞു തരാറുള്ള മാജിക്കിൻ്റെ സ്റ്റോറീസൊക്കെ അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറി സീം ടു ട്വേൾ ബിഫോർ ഹിസ് ഐസ്. ആ ഒരു സ്റ്റോറിയിലുള്ള ഗോസ്റ്റ് ഡാൻസേഴ്സൊക്കെ അവൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ടോൾ പറഞ്ഞാൽ സ്പിൻ അറൗണ്ട് ക്വിക്ക്ലി, ഇങ്ങനെ വട്ടം കറങ്ങുന്നത് പോലെയൊക്കെ അവൻ തോന്നും. As William worked in the fields at dawn, he imagined he could see magical beings among the rows of maize. അപ്പോൾ ഡോൺ സമയത്ത് അവൻ പ്രഭാതത്തിൽ വയലുകളിൽ പണിയെടുക്കുമ്പോൾ അവന് പലപ്പോഴും തോന്നാറുണ്ട് ആ മെയ്സ് പറഞ്ഞാൽ ചോളാണ്, ചോളങ്ങളുടെ ഇടയിലൂടെ മാജിക്കൽ ബീയിങ്സ്, കുറച്ച് മാജിക്കൽ പവറൊക്കെ ഉള്ള ജീവികളൊക്കെ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ അവന് ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ അവൻ അങ്ങനെ ഇമാജിൻ ചെയ്യാറുണ്ട്. As trucks rumbled across the path, he wondered how their engines made them go. അതുപോലെ തന്നെ ട്രക്കുകൾ ആ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവൻ ചിന്തിക്കാറുണ്ട് എങ്ങനെയായിരിക്കാം അവയുടെ എൻജിനുകൾ ആ ഒരു വണ്ടിയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അവൻ ചിന്തിക്കാറുണ്ട്. Look where you throw your hoe, his father would shout, shaking him out of his dreamy thoughts. അപ്പോൾ ആ ഒരു വയലിൽ പണിയെടുക്കുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ച് ഇങ്ങനെ സ്വപ്നലോകത്ത് നിൽക്കുന്ന അവനെന്താണ് അവൻ്റെ ഫാദറിൻ്റെ സൗണ്ട് കേട്ട് പെട്ടെന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് എഴുന്നേൽക്കണം. ലുക്ക് വോ യു ത്രോ യു ഹോ, നീ നിൻ്റെ ഹോ എവിടേക്കാണ് വലിച്ചെറിഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാനാണ് പറയുന്നത്. ഹോ എന്ന് പറഞ്ഞാൽ ടൂൾ യൂസ്ഡ് ഫോർ ഗാർഡനിങ് ഓർ ഫാമിങ്ങിനും ഗാർഡനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഹോ എന്ന് പറയുന്നത്. നീ നിൻ്റെ ഹോ എവിടെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് അച്ഛൻ ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. പക്ഷേ എന്താണ് അവൻ്റെ ഇമാജിനേഷനിലുള്ള ആ മാജിക്കലായിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ ആളുകളൊന്നും ആ ഒരു പ്രദേശത്തേക്ക് മഴ കൊണ്ടുവരുന്നില്ല. വിതൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്ക്രോച്ച്ഡ് ദ ഫീൽഡ്സ്. ഈ ഒരു വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആംഗ്രി സൺ, ദേഷ്യമുള്ള സൺ എന്താണ് സ്ക്രോച്ച് പറഞ്ഞാൽ ബേൺഡ് ബൈ ഹീറ്റ് ഓർ ഫയർ. അവർ ചുട്ട് പൊള്ളിക്കുകയാണ് അവരുടെ വയലുകളെ. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. പലപ്പോഴും ആ നാട്ടിലെ കർഷകർ ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ എന്താണ് ഉത്തരം കിട്ടാത്ത അവസ്ഥയായിരുന്നു, മഴ അവിടെ വന്നിരുന്നില്ല. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. ഇവർ കൃഷി ചെയ്യുന്ന മെയ്സൊക്കെ എന്താണ് പലപ്പോഴും ഡസ്റ്റായി മാറുന്നു, അതായത് ഒക്കെ ഉണങ്ങി കരിഞ്ഞു പോകുന്നു. വിതൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ്. അങ്ങനെ കൃഷി നടക്കാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടാതെ അവർ പട്ടിണിയിലാവാൻ തുടങ്ങുകയാണ്. സൂൺ വില്യംസ് ഫാദർ ഗാദേർഡ് ചിൽഡ്രൻ ആൻഡ് സെറ്റ് ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal per day, മേക്ക് ഇറ്റ് ലാസ്റ്റ്. വില്യംസിൻ്റെ ഫാദർ എന്താണ് ആ ഒരു നാട്ടിലെ കുട്ടികളെയൊക്കെ വിളിച്ച് വരുത്തി പറയുകയാണ് ഇനി മുതൽ നമ്മൾ എന്താണ് ഒരു ദിവസം 1 മീലേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, നമ്മുടെ നാട്ടിൽ പട്ടിണിയാണ് എന്ന് അവർ പറയുകയാണ്. In the evenings, they sat around the lantern and ate their handful of food, watching hungry people pass like spirits along the roads. അങ്ങനെ ഈവനിങ്ങിൽ അവർ ആ ഒരു ലാൻറ്റേൺ, ഒരു വളക്കിൻ്റെ ചുറ്റും ഇരുന്നിട്ട് അവരുടെ ഫുഡ് കഴിക്കുകയാണ്. ഒരു നേരത്തെ ഫുഡേ അവർക്കുള്ളൂ. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താണ് ആ സ്ട്രീറ്റിലൂടെ ഒരുപാട് പേര് വിശന്ന് നടന്നു പോകുന്നവർക്ക് കാണാൻ പറ്റും, ആർക്കും ആവശ്യത്തിനുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല. മണി ആൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. മഴയില്ലാത്തതുകൊണ്ട് തന്നെ കൃഷിയില്ല, അപ്പോൾ പൈസയില്ല. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. ആകെ 1-2 കുട്ടികൾക്ക് മാത്രമാണ് സ്കൂളിലേക്ക് പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. വില്യം എന്താണ് സ്കൂളിൽ നിർത്തി പോരേണ്ടി വന്ന കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്.
For weeks he sulked under a mango tree. ഇതിൻ്റെ സങ്കടത്തിൽ എന്താണ്, ആഴ്ചകളോളം അവൻ സൾക്ഡ് എന്ന് പറഞ്ഞാൽ റിമെയിൻ സൈലൻ്റ് ആയിട്ട് ആരോട് സംസാരിക്കാതെ മാംഗോ ട്രീയുടെ അണ്ടറിൽ ഇരുന്നിട്ടുണ്ട്. ദെൻ ഹി റിമെമ്പേർഡ് എ ലൈബ്രറി ഡൗൺ ദ റോഡ്. പിന്നീട് ആ റോഡിൻ്റെ താഴെ ഭാഗത്തായിട്ടുണ്ടായിരുന്ന ഒരു ലൈബ്രറിയെ കുറിച്ച് അവൻ ഓർക്കാണ്. In the library he found science books filled with brilliant pictures. ലൈബ്രറിയിൽ പോയിട്ട് പല പുസ്തകങ്ങളും വായിക്കുകയാണ്. ആ കൂട്ടത്തിൽ സയൻസ് ബുക്ക് അവൻ കാണുകയാണ്. അതിൽ എന്താണ്, ഒരുപാട് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. വിത്ത് സം ഡിഫിക്കൽറ്റി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ എന്താണ് വായിക്കാൻ തുടങ്ങുകയാണ്. സൂൺ ഹി ലേൺഡ് ഹൗ എൻജിൻസ് മൂവ് ദ ബ്രിക് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അങ്ങനെ ഈ വായനയിലൂടെ അവൻ്റെ സംശയങ്ങൾ മാറാണ്. അവന് എൻജിൻസ് എങ്ങനെയാണ് വണ്ടിയെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്, റേഡിയോസിലൂടെ എങ്ങനെയാണ് പാട്ട് കേൾക്കുന്നത് എന്നൊക്കെ അവന് പഠിക്കുകയാണ്. But what attracted him the most was the picture of a machine taller than the tallest tree he had seen. പക്ഷെ അവൻ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തൊരു പിക്ചറാണ്, ഒരു മെഷീൻ്റെ പിക്ചർ. ആ മെഷീൻ എങ്ങനെയായിരുന്നു, അവൻ കണ്ടിട്ടുള്ള ഏറ്റവും ടാളസ്റ്റ് ആയിട്ടുള്ള മരത്തിനേക്കാളും ഉയരമുണ്ടായിരുന്നു. അത്രയും ഉയരമുള്ള ഒരു മെഷീനാണ്. ഇറ്റ് ഹാഡ് ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് ഫാൻ. അതിനെന്താണ്, വലിയ ബ്ലേഡുകൾ ഉണ്ടായിരുന്നു ഫാനിനെ പോലെ. ഇറ്റ് ലുക്ക് ലൈക്ക് എ ജയൻറ്റ് പിൻവീൽ. ഒരു വലിയ പിൻവീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ കറങ്ങുന്ന ഒരു ടോയാണ്. ആ ഒരു പിൻവീലിനെ പോലെ, ഒരു വലിയ പിൻവീലിനെ പോലെയാണ് അവന് ആ ഒരു ടോയ് കണ്ടപ്പോൾ തോന്നിയത്. വില്യം റീഡ് ഓൺ. He learned that it was a machine that produced electricity and pumped water. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് കൂടുതൽ റീഡ് ചെയ്തപ്പോൾ അവന് മനസ്സിലായി അതെന്താണ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്, അതിലൂടെ വാട്ടർ പമ്പ് ചെയ്യാൻ പറ്റും കറണ്ട് ഉണ്ടാക്കിയിട്ട് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. ഹീ സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അവൻ കണ്ണുകളങ്ങനെ അടച്ച് സ്വപ്നം പോലെ കാണുകയാണ് ആ ഒരു മെഷീൻ യൂസ് ചെയ്ത് ഗ്രൗണ്ടിൽ നിന്നും നല്ല തണുത്ത വെള്ളം അങ്ങനെ എടുക്കുന്നത്. ദ വാട്ടർ ഗഷ്ഡ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് ടേണിങ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. ആ ഒരു വെള്ളം ആ വയലിലൂടെയൊക്കെ അടിച്ചു വിട്ടിട്ട് ആ ഒരു മെയ്സൊക്കെ, അവരുടെ ചോളമൊക്കെ നല്ല നീളത്തിൽ പച്ചപ്പിൽ വളരുന്നത് അവൻ സ്വപ്നം കാണുകയാണ്. ദ വിൻഡ് മിൽ വാസ് മോർ ദാൻ എ മെഷീൻ, ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അങ്ങനെ അവൻ മനസ്സിലാക്കുകയാണ് ഈ വിൻഡ് മില്ല് എന്ന് പറയുന്നത്, പിക്ചറിൽ കണ്ട ആ വിൻഡ് മില്ല് എന്താണ്, ഒരു മെഷീനിലുപരി അവരുടെ നാട്ടിലുള്ള ആ ഒരു വിശപ്പിന്, പട്ടിണിക്കെതിരെ പോരാടാനുള്ള ഒരു ആയുധം കൂടിയാണത് എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. I will make an electric wind, വില്യം whispered to himself. ഞാനും അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് സ്വയം മനസ്സിൽ പറയുകയാണ് അവൻ. The junkyard in the village was a treasure house to William. junkyard എന്ന് പറഞ്ഞാൽ ഈ പഴയ സാധനങ്ങളൊക്കെ കൊടുന്ന് തട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഒരു വില്ലേജിലുള്ള ജങ്ക്യാർഡ് അവൻ ഒരു ട്രഷർ ഹൗസ്, ഒരു നിധി പോലെയായിരുന്നു. കാരണം അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോവാണ് അവൻ. ഹി ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം ടു റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവൻ്റെ സ്വപ്നം, ആ ഒരു വിൻഡ് മിൽ ഉണ്ടാക്കുക എന്നുള്ള സ്വപ്നത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ് അവന് അവിടുന്ന് കിട്ടി. സം തിങ്സ് ഹി കുഡ് ജസ്റ്റ് പിക്ക് അപ്പ് ലൈക്ക് എ ട്രാക്ടർ ഫാൻ ഓർ സം പൈപ്പ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് പെറുക്കിയെടുക്കണം. അതർ തിങ്സ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾസ് ഹി ഹാഡ് ടു റിമൂവ്. അപ്പോൾ ചില കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അവൻ പിക്ക് ചെയ്തു. പിന്നെ പല ബോൾട്ടുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവൻ പലതുമെന്നും ഊരിയെടുക്കുകയാണ്. ഈ ഹാഡ് ടു സ്ട്രെയിൻ എവ്രി മസിൽ ഇൻ ഹിസ് ബോഡി. വളരെയധികം കഷ്ടപ്പെട്ട് തൻ്റെ ശരീരത്തിലെ എല്ലാ മസിൽ കൊണ്ടും അധ്വാനിക്കുന്ന രീതിയിൽ, അത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൻ ആ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തത്. ദ വീൽ ഫോർ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. ഈ ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാനുള്ള വീല് അത് വളരെ ഒരു വലിയ പ്രശ്നമായിരുന്നു. കാരണം എവിടുന്നും അങ്ങനത്തെ ഒരു വീൽ അവന് കിട്ടില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ മച്ച് റാങ്ക്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. പക്ഷേ ഒരുപാട് നേരം റാങ്ക്ലിംഗ് എന്ന് പറഞ്ഞാൽ എൻഗേജിങ് ഇൻ എ ലോങ് ആർഗ്യുമെൻറ്റ് ഓർ ടു അച്ചീവ് സംതിങ്. ഒരുപാട് നേരം സംസാരിച്ച് തർക്കിച്ചൊക്കെ അതിന് ശേഷം അവനത് കിട്ടുകയാണ്. എവിടെ നിന്നാണ് കിട്ടിയത്? വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസൈക്കിൾ. അപ്പോൾ വില്യംസിൻ്റെ ഫാദർ എന്താണ്, വില്യമിൻ്റെ ഫാദർ അവൻ്റെ ഫാദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ സൈക്കിളിൻ്റെ ഒരു വീൽ അവൻ നിൽക്കാൻ സമ്മതിക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. എന്നാണ്, ദ ബൈസിക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. അച്ഛനെ സംബന്ധിച്ച് അത് വലിയൊരു ത്യാഗമായിരുന്നു. കാരണം അവരുടെ വീട്ടിലുള്ള ആകെ ഉണ്ടായിരുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ആ ഒരു ബൈസൈക്കിളായിരുന്നു. അവരുടെ വലിയൊരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള ഒന്നായിരുന്നു ആ ബൈസൈക്കിൾ. അപ്പോൾ അതിന് ടയർ കൊടുക്കാം എന്നൊക്കെ പറയുന്നത് വളരെയധികം ഒരു സാക്രിഫൈസ് ആയിരുന്നു. Go away, William shouted to the birds and spiders which had made the junkyard their home. അങ്ങനെ അവൻ ജങ്ക്യാർഡിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ഒരുപാട് സ്പൈഡേഴ്സും
ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവിടെ നാട്ടി പായിപ്പിച്ചിരിക്കുകയാണ് ഇവൻ. എന്നാലുള്ള ഇവൻ്റെ ആവശ്യമായ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ആസ് വില്യം ക്യാരിഡ് ഹിസ് പ്രൈസ്ഡ് പൊസഷൻസ് ഹോം, ദ വില്ലേജേഴ്സ് സെഡ് ടു ഈച്ച് അതർ, ഹി ഈസ് ക്രേസി, ഓൺലി ക്രേസി പീപ്പിൾ പ്ലേ വിത്ത് ട്രാഷ്. അപ്പോൾ ആ ഒരു ട്രാഷിൽ നിന്ന്, ആ ഒരു വേസ്റ്റിൽ നിന്ന് അവന് ആവശ്യമായ സാധനങ്ങൾക്ക് എന്താണ് പ്രൈസ്ഡ് പൊസഷൻസ്, വളരെ വില കൂടിയ സാധനങ്ങൾ പോലെ അവന് കളക്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ഇത് കണ്ട വില്ലേജേഴ്സ് എന്താ പറയുന്നത്, ഈസ് ക്രേസി, അവന് ക്രേസിയാണ്, അവൻ ഭ്രാന്തനാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഈ ക്രേസി ആയിട്ടുള്ള ആളുകൾ മാത്രമേ ഈ വേസ്റ്റൊക്കെ പെറുക്കി നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ അവനെ കളിയാക്കുകയാണ്. ആ ഒരു ചെങ്കി ആട്ടിൽ അവൻ ആവശ്യമായ കാര്യങ്ങൾ അവൻ കളക്ട് ചെയ്യുന്നത് കാണാം പിക്ചറിൽ. After many weeks, William arranged his pieces in the dirt, a broken bicycle, rusted bottle caps and plastic pipe. അപ്പം എന്താണ് കുറേ ആഴ്ചകൾക്ക് ശേഷം ഈ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ അവൻ എന്താണ് ആ ഒരു സ്ഥലത്ത് നിരത്തി വെക്കുകയാണ്. എന്തൊക്കെ ഉണ്ടായിരുന്നു, ഒരു ബ്രോക്കൺ ബൈസൈക്കിൾ ഉണ്ടായിരുന്നു, പിന്നെ റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ്, ഒരുപാട് കുപ്പിയുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് പൈപ്പ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൻ അവിടെ നിരത്തി വെക്കുകയാണ്. ദർ വാസ് ഈവൻ എ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേർഡ് എ ഹെഡ്ലൈറ്റ് ഓൺ എ ബൈക്ക്. ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്ന് ലഭിച്ച ഒരു ചെറിയ ജനറേറ്റർ വരെ അവന് ആ ട്രാഷിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് ടിങ്കേർഡ്. അങ്ങനെ ഏകദേശം 3 ദിവസം അവൻ എന്ത് ചെയ്തു, ബോൾട്ട് ചെയ്യാൻ അങ്ങനെ ബോൾട്ട് ചെയ്ത് ബോൾട്ടൊക്കെ മുറുക്കി ഈ പാർട്സൊക്കെ കൂട്ടി യോജിപ്പിച്ചു. ദെൻ ബാങ്ക്ഡ് പറഞ്ഞാൽ ഹിറ്റ് ഫോഴ്സ്ഫുള്ളി, വളരെ ഉച്ചത്തിൽ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ഇടിക്കുക. ദെൻ ടിങ്കേർഡ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റഡ് ആൻഡ് എക്സ്പെരിമെൻറ്റഡ് വിത്ത് പീസസ് ടു മേക്ക് ദം വർക്ക്. പല പീസസും പൈപ്പിൻ്റെയും മറ്റുമൊക്കെ പീസസൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂട്ടി ചേർത്ത് പരീക്ഷണങ്ങൾ പോലെ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുകയാണ് അവൻ. ഏകദേശം 3 ദിവസം അവൻ ഇതിനു വേണ്ടി സമയമെടുത്തു. ചിക്കൻസ് ക്വാക്ഡ്, ഡോഗ്സ് ഹൗൾഡ് ആൻഡ് നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്സ്. അപ്പോൾ അവൻ്റെ ചുറ്റും നടക്കുന്ന കാര്യമാണ്. ചിക്കൻ സ്ക്വാക്ഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു മെയ്ഡ് ലൗഡ് ഹാഷ് നോയ്സാണ്. ദെൻ ഹൗൾ പറഞ്ഞാൽ ഓരിയിടുക. ദെൻ നെയ്ബേഴ്സ് ഷുക്ക് ദെയർ ഹെഡ്സ്. വാട്ട്സ് എ ക്രേസി ബോയ് ഡൂയിങ് നൗ? എന്താണ് ആ ക്രേസി ബോയ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നെയ്ബേഴ്സ് ആസ്ക്ഡ് ദംസെൽവ്സ്. നെയ്ബേഴ്സ് പരസ്പരം ചോദിക്കുകയാണ് ഇവൻ എന്താ ഈ വേസ്റ്റ് കൊണ്ടൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ അവനെ നോക്കി പുച്ഛത്തോടെ പറയുകയാണ്. ബട്ട് ഹിസ് കസിൻ Jeffrey and his best friend Gilbert soon appeared. Can we help with the electric wind? They asked him. പക്ഷെ അവനെ സപ്പോർട്ട് ചെയ്യാൻ 2 പേര് വന്നു. ആരൊക്കെയായിരുന്നു? ഒന്ന് അവൻ്റെ കസിനായ ജെഫ്രിയും രണ്ടാമത്തെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗിൽബർട്ടും ആയിരുന്നു. ഗെറ്റ് യു ആക്സസ് ആൻഡ് ഫോളോ മീ. അപ്പോൾ അവരോട് പറയാണ് നിങ്ങളുടെ ആക്സസ് മഴുകളൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ വരൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവരൊരുമിച്ച് ഈ ഒരു ഇലക്ട്രിക് വിൻഡിൻ്റെ പണി തുടരുകയാണ്. വില്യം ടുക്ക് ദം ടു ദ ഫോറസ്റ്റ്. അങ്ങനെ അവർ കാട്ടിലേക്ക് പോവാണ്. ടുഗെദർ ദേ സ്വങ് ദെയർ ഷാർപ്പ് ബ്ലേഡ്സ് ഇൻ ടു ദ ട്രക്സ് ഓഫ് ട്രീസ്. അങ്ങനെ അവർ മരത്തിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയെടുക്കുകയാണ്. ദേ കട്ട് ലോങ് പ്ലാങ്ക്സ് ആൻഡ് ഹാമേർഡ് ദം ടുഗെദർ ടു മേക്ക് ദ ടവർ ഫോർ വിൻഡ് മിൽ. അങ്ങനെ വലിയ തടി കഷ്ണങ്ങളൊക്കെ ഹാമർ ചെയ്ത് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഇവരെന്ത് ചെയ്തു, ഈ ഒരു വിൻഡ് മില്ലിൻ്റെ ടവർ ഉണ്ടാക്കുകയാണ്. വിൻഡ് മില്ല് ഇങ്ങനെ പൊക്കി നിർത്താനുള്ള ടവർ ഉണ്ടാക്കുകയാണ്. ദേ ഇറക്റ്റഡ് ദ ടവർ ആൻഡ് ഫിക്സ് ദ ഹ്യൂജ് ബ്ലേഡ്സ് ഓൺ ദ ടോപ്പ്. അങ്ങനെ ടവറിനെ ഇറക്റ്റ് ചെയ്തു, ഇങ്ങനെ കുത്തനെ നിർത്തിക്കൊണ്ട് ആ ഒരു ഹ്യൂജ് ബ്ലേഡിനെ അതിൻ്റെ മുകളിലായിട്ട് ഫിക്സ് ചെയ്തു. William had made a crude motor which would rotate as the wind turned the blades. അങ്ങനെ ഒരു മോട്ടറും അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു കാറ്റിൽ ആ ബ്ലേഡുകൾ കറങ്ങുമ്പോൾ ആ മോട്ടർ വർക്ക് ചെയ്യുന്ന രീതിയിൽ. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് ഹി കണക്റ്റഡ് ദ വയർ ഫ്രം ദ മോട്ടോർ ടു എ ബൾബ്. അങ്ങനെ ഒരു കാറ്റ് ആ ഒരു ബ്ലേഡുകളെ കറക്കാൻ തുടങ്ങിയപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു ബൾബ് കണക്ട് ചെയ്യാണ്. വില്യം, ജെഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റഡ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അങ്ങനെ ആ ബൾബിൽ കത്തിയപ്പോൾ, അതായത് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് ബൾബ് കത്തിയപ്പോൾ ഇവരെന്താണ് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി അത് നോക്കുകയാണ്. ഇറ്റ് ഗ്ലോഡ് ഫെയിൻറ്റ്ലി അറ്റ് ഫേസ്റ്റ്. ആദ്യം വളരെ ഫെയിൻ്റ് ആയിട്ടൊരു മങ്ങിയ രീതിയിലാണ് ബൾബ് കത്തിയത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കം സ്ട്രോങ്ങർ ഇറ്റ് ബേൺഡ് ബ്രൈറ്റർ ലൈക്ക് സൺ. പക്ഷെ കാറ്റിൻ്റെ ശക്തി കൂടിയപ്പോൾ എന്താണ്, ഒരു സൂര്യനെ പോലെ കത്തി ജ്വലിച്ചു ആ ഒരു ബൾബ്. വെൽ ഡൺ, വൺ ഓഫ് ദ ഓൺലുക്കേഴ്സ് ഷൗട്ടഡ്. സൂൺ എവ്രിബഡി സ്റ്റാർട്ടഡ് ചിയറിങ്. ഇത് കണ്ടു നിന്ന ഒരാളെന്താണ് വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചുറ്റുള്ള ആളുകളൊക്കെ ഇവർക്ക് വേണ്ടി കൈയടിക്കാനൊക്കെ തുടങ്ങുകയാണ്. ഐ ഹാവ് മെയ്ഡ് എൻ ഇലക്ട്രിക് വിൻഡ്, വില്യം ഷൗട്ടഡ് എക്സ്റ്റാറ്റിക്കലി. എക്സ്റ്റാറ്റിക്കലി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഹാപ്പിനെസ്സോടുകൂടിയിട്ട് അവൻ പറയുകയാണ് ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ ഒരു സന്തോഷത്തോടെ പറയണത്, തൻ്റെ അച്ചീവ്മെൻറ്റിൽ അവൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ അവിടെ പിക്ചറിൽ കാണാം ആ ഒരു ബൾബ് കത്തുന്നതും ആളുകൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് അത് നോക്കുന്നതും അവരുണ്ടാക്കിയ ആ ഒരു ഇലക്ട്രിക് വിൻഡും ഒക്കെ ആ പിക്ചറിൽ കാണാം.
ബട്ട് വില്യം നോ ഈ ഹാഡ് ജസ്റ്റ് ബിഗാൻ. പക്ഷേ വില്യമിന് അറിയാമായിരുന്നു അവൻ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഈ ഹാഡ് ഓൺലി മാനേജ് ടു ലൈറ്റ് എ ബൾബ് വിത്ത് ഹിസ് വിൻമിൽ. തൻ്റെ വിൻമിൽ കൊണ്ട് ഒരു ബൾബ് കത്തിക്കുക മാത്രമാണ് ഇപ്പോൾ അവൻ ചെയ്തിട്ടുള്ളത്. ബട്ട് ഈ ഹാഡ് മെയ്ഡ് ദ ബിഗിനിങ്. പക്ഷേ അവൻ്റെ വലിയ സ്വപ്നത്തിലേക്കുള്ള തുടക്കം അവൻ കുറിച്ചു കഴിഞ്ഞു. സൂൺ അനേദർ മോർ പവർഫുൾ വിൻമിൽ വുഡ് വർക്ക് എ പമ്പ്. ഇനി ഉടനെ തന്നെ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു വിൻമിൽ ഉണ്ടാക്കുകയും അത് വർക്ക് എ പമ്പ്, ഒരു പമ്പ്, വാട്ടർ പമ്പൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൻമില്ല് ഉടനെ തന്നെ പൊങ്ങുമെന്ന് അവൻ മനസ്സിൽ പറയാണ്. ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ് ക്രിയേറ്റിംഗ് ഫുഡ് വേർ വൺസ് ദർ വാസ് നൺ. അപ്പോൾ ഒന്നുമില്ലാതെ ഇപ്പോൾ ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ആ ഫീൽഡുകളിൽ വെള്ളം എത്തിക്കുകയും അവിടെ അവർക്ക് ആവശ്യമായ ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു വിൻമില്ലായിരിക്കും അവൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അവൻ്റെ മനസ്സിൽ അവൻ ഉറപ്പിക്കുകയാണ്. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാസ് സ്റ്റോറീസ്. അങ്ങനെ ഒരു കാര്യം അവൻ ചെയ്യാൻ കഴിഞ്ഞാൽ ഗ്രാൻഡ് പേയുടെ സ്റ്റോറീസിൽ കേട്ടതിനേക്കാളും വലിയൊരു മാജിക് ആയിരിക്കും ആ നാട്ടുകാർക്കും അവനും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നല്ലോ. തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് ഒരു വിൻഡ് മില്ല് സ്വന്തമായി ഉണ്ടാക്കി ഒരു ബൾബ് കത്തിച്ച് തനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ കഴിവുണ്ട് എന്ന് തെളിയിച്ച് ഒരു കുട്ടിയാണല്ലേ വില്യം. ആദ്യം അവൻ്റെ സ്വയം ഒരു വിശ്വാസം വേണമെന്ന് ആ ഒരു ഫസ്റ്റ് കോട്ടിൽ പറഞ്ഞ പോലെ തനിക്ക് കഴിയുമെന്ന് സ്വയം അവനുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അവൻ ആ ഒരു ട്രാഷിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇതുപോലുള്ളൊരു കാര്യം ഉണ്ടാക്കിയത്. ഇനി ഇതിൽ നിന്നും കൂടുതൽ കണ്ടെത്തലിലേക്ക് അവൻ്റെ നാട്ടിലുള്ള ആളുകളുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അവിടെ വെള്ളം എത്തിക്കുക എന്നുള്ളൊരു എയിമാണ് അവനുള്ളത് അല്ലേ. അപ്പോൾ ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു അത്. വളരെയധികം ഇൻസ്പയറിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. ഇതിനൊരു മലയാളം എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ തന്നത്. ഇനി സ്റ്റോറിയിലുള്ള സൈഡ് ക്വസ്റ്റ്യൻസും ബാക്കി ആക്ടിവിറ്റീസൊക്കെ അപ്കമിങ് വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഓൾ. കീപ് വാച്ചിങ്.